ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ അവിടെ നമ്മളൊരു ടേം പറഞ്ഞിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്? ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു മെഷർമെൻ്റാണ് ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മുടെ കയ്യിൽ ചെറിയൊരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായി പോകുന്ന അല്ലെങ്കിൽ നോർമലായി പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമായിരുന്നു ശരിക്കും ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന് ഒരു മാത്തമാറ്റിക്കൽ ഫോം ഉണ്ട്. ഫൈ സഫിക്സ് ഇ, ഫൈ ഇ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൽ ഫൈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഡോട്ട് ഡി എസ്. രണ്ടും വെക്ടറുകളാണ്. ഡി എസിൻ്റെ മുകളിൽ വെക്ടർ സൈൻ ഉണ്ട്. ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മുകളിലും വെക്ടർ സൈൻ ഉണ്ട്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്. അതിൽ ഏരിയ, ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്. ആ ഏരിയനെ നമ്മൾ ഒരു ഏരിയ വെക്ടറായിട്ടാണ് കണ്ടിരുന്നത്. ഏരിയ വെക്ടർ എന്താണെന്നൊക്കെ നമ്മൾ വളരെ മുമ്പുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയാമെങ്കിൽ വളരെ സുഖമായി, വളരെ സിമ്പിളായി നിങ്ങൾക്ക് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. The magnetic flux through any surface placed in a magnetic field is the total number of magnetic field lines crossing this surface normally. നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഏരിയ, അതായത് ചെറിയൊരു ഷീറ്റാണെന്ന് വിചാരിക്കുക. അതിനൊരു ഏരിയ ഉണ്ടായിരിക്കും. തിക്നെസ് വളരെയധികം കുറഞ്ഞ ഒരു ഷീറ്റാണ്. അതിന് ലെങ്ത് ഉണ്ടായിരിക്കും, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏരിയ ഉണ്ടായിരിക്കും. ആ ഷീറ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കണം. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തീർച്ചയായിട്ടും ആ ഏരിയയുടെ ഉള്ളിൽ കൂടി ക്രോസ് ചെയ്തു പോകും. ആ ഏരിയയുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കാണണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ആ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ആ സർഫസിന് നോർമലായി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പോകുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ആ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ മെഷർമെൻ്റാണ് ആ സർഫസിൻ്റെ അല്ലെങ്കിൽ ആ ഏരിയയുടെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഡെഫിനിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി സർഫസ്, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സർഫസിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്. പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ആ സർഫസ് നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ആ സർഫസിൽ കൂടി ആര് കടന്നു പോവുകയുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയുള്ളൂ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി സർഫസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദിസ് സർഫസ് നോർമലി. നമ്മുടെ കയ്യിൽ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. ആ സർഫസിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു. ആ സർഫസിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസിൽ കൂടി പോകുന്ന, നോർമലായി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ്. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദിസ് സർഫസ് നോർമലി. സർഫസിന് നോർമലായിട്ട് പോകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ് ആ സർഫസിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് ഫൈ ബി എന്ന് വിളിക്കാം. ഇവിടെ നോക്കുക, ഫൈ ബി മാഗ്നറ്റിക് ഫ്ലക്സ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, നമ്മുടെ കയ്യിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പാസസ് ത്രൂ എ പ്ലെയിൻ സർഫസ് ഏരിയ ക്യാപിറ്റൽ, ഒരു ഏരിയയിൽ കൂടി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എയറിൽ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷീറ്റെങ്കിൽ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ കൂടി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടെങ്കിൽ, ഏരിയ ക്യാപിറ്റൽ എ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി ആണ്. അങ്ങനെയെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സർഫസുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോട്ട് എ ആയിരിക്കും. നോക്കുക, ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദിസ് ഏരിയ ഈസ്
phi suffix b is equal to b dot a which is equal to ba cos theta. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്. ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെയും നമ്മൾ വെക്ടറായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റാണ്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റാണ്. phi b മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു b ഡോട്ട് a വിച്ച് ഇസ് ഈക്വൽ ടു ba cos theta. തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനും ഏരിയയ്ക്കും ഇടയിലുള്ള ആംഗിളാണ്. അല്ലെങ്കിൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് ഡോട്ട് പ്രൊഡക്റ്റുകളെല്ലാം അതും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിനൊരു യൂണിറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിൻ്റെ യൂണിറ്റ് ഇറ്റ്സ് എസ് ഐ യൂണിറ്റ് ഈസ് വെബർ. WB എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെബറിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇത്രയുമാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, എന്താണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം, അതൊരു സ്കെയിലാറാണോ വെക്ടറാണോ, എന്താണ് അതിൻ്റെ യൂണിറ്റ്. B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഏരിയയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ആ ഏരിയയുടെ അല്ലെങ്കിൽ ആ സർഫസിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് B ഡോട്ട് A ആയിരിക്കും, അല്ലെങ്കിൽ BA കോസ് തീറ്റ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഏരിയയും തമ്മിലുള്ള അല്ലെങ്കിൽ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് വെബറാണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് വെബറാണ്.